വെറും 23 റിയാല് കൊണ്ട് 15-ലധികം രാജ്യങ്ങൾ കണ്ടാലോ? അതെ, ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ചെറിയ വേൾഡ് ടൂർ കൊണ്ടുപോകാൻ കേട്ടോ. വേറെ എവിടെയല്ല, ദമാമിൽ പുതിയതായി തുടങ്ങിയ ഗ്ലോബൽ സിറ്റിയിലേക്കാണ്. സോ വെൽക്കം ടു ദ ഗ്ലോബൽ സിറ്റി വ്ലോഗ്. സൗദി അറേബ്യയുടെ വിഷൻ 2030യുടെ ഭാഗമായിട്ട് ദമാമിൽ പുതിയതായി നിർമ്മിച്ച ഒരു വലിയ കൾച്ചറൽ ആൻഡ് എന്റർടൈൻമെന്റ് ഡെസ്റ്റിനേഷനാണ് ഗ്ലോബൽ സിറ്റി. 6 ലക്ഷം സ്ക്വയർ മീറ്റർ ഏരിയയിൽ പരന്നു കിടക്കുന്ന ഗ്ലോബൽ സിറ്റിയുടെ ആദ്യ ഘട്ടമാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. ടൂറിസം, ഫാമിലി എന്റർടൈൻമെന്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റ് കൂടിയാണിത്. മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ലേക്ക് തൊട്ട് ഫുഡ് സ്ട്രീറ്റ്സ്, ഗെയിം സോൺസ് എല്ലാം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ രാജ്യങ്ങളുടെയും വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ ഫുൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ പോയത്. ഹസ്ബൻഡും മോളും പിന്നെ ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ ഫാമിലി ആൻഡ് ബ്രദർ ഇൻ ലോ. ടിക്കറ്റ് വീബുക്ക് ആപ്പ് വഴി നേരത്തെ ബുക്ക് ചെയ്യണം. ഈവനിങ് 4 മണി തൊട്ട് മിഡ് നൈറ്റ് വരെയാണ് ടൈം. സെക്യൂരിറ്റി ചെക്കിൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ അകത്ത് കടന്ന് ആദ്യം കാണുന്നത് കുറച്ച് കാഫേ ആൻഡ് ഫോട്ടോഷൂട്ട് ഏരിയാസ് ആണ്. അവിടുന്ന് നേരെ നമ്മൾ ആദ്യത്തെ പവലിയനായ സൗദി അറേബ്യയിലേക്കാണ് പോകുന്നത്. സൗദി പവലിയനിൽ കയറുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഒരു പെർഫ്യൂം സ്റ്റോളാണ്. ഹണി, ഊദ്, അത്തർ ഒക്കെ ഉണ്ട്. പല ആളുകളും അവരുടെ പല സ്മെൽസും ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റാഫ് എനിക്കും കുറച്ച് പെർഫ്യൂം സാമ്പിൾസ് ട്രൈ ചെയ്യാൻ തന്നു. അതിൻ്റെ ഇടയിൽ ഇൽഹാം തൊട്ടപ്പുറത്തൊരു ഷോപ്പിൽ നിന്ന് ബബിൾ ബ്ലോവർ ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഓരോ സ്റ്റോളും നമ്മളങ്ങനെ ചുറ്റി നടന്ന് കണ്ടു. ക്ലോത്ത്സ്, സ്വീറ്റ്സ്, ഊദ്, അത്തർ, ലേഡീസ് ജ്വല്ലറി, ലേഡീസ് ക്ലോത്തിങ്, അബായ, അറബ് ആണുങ്ങൾ തോപിൻ്റെ മേലെ ഇടുന്ന വിന്റർ ജാക്കറ്റ്, അങ്ങനെയൊക്കെ. സത്യം പറഞ്ഞ സൗദിയുടെ തനത് എന്ന് പറയാനൊന്നും കണ്ടില്ല. ഓൾറെഡി പുറത്ത് ദമാം സിറ്റിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കടകളുടെയും ബ്രാൻഡുകളുടെയും ഒക്കെ ചെറിയൊരു സ്റ്റോൾ, അത്രേ തോന്നിയുള്ളൂ. നമ്മൾ അവിടുന്ന് ഒരു കുനാഫയും കുറച്ച് സ്വീറ്റ്സും ഐസ്ക്രീമും പെർഫ്യൂമും ഒക്കെ വാങ്ങി പുറത്തേക്ക് നടന്നു. അപ്പോഴേക്കും സൺസെറ്റായി തുടങ്ങിയിരുന്നു. നല്ല തിരക്കും കൂടി വരുന്നുണ്ട്. അടുത്ത് നമ്മൾ ഈജിപ്തിൻ്റെ സ്റ്റോളിലേക്കാണ് പോയത്. എൻട്രൻസ് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എൻട്രൻസിൻ്റെ 2 സൈഡിലായിട്ട് ഈജിപ്ഷ്യൻ ഫറോവയുടെ സ്റ്റാച്യൂയും ചെന്നായ്ത്തലയുള്ള ഈജിപ്ഷ്യൻ ഗോഡ് അനൂബിസിനെയും കാണാം. എൻട്രൻസിൽ ഫുള്ളായിട്ട് ഏൻഷ്യൻ ഈജിപ്ഷ്യൻ ലിപി കൊത്തി വെച്ചിട്ടുണ്ട്. എത്ര ഭംഗിയിലാണ് അവർ അത് ഉള്ളിലേക്ക് തന്നെ കാർവ് ചെയ്തിട്ടാണ് ഉള്ളത് കേട്ടോ. ഉള്ളിലേക്ക് കയറുമ്പോൾ ഫുൾ ബ്ലിങ് ബ്ലിങ് ഐറ്റംസ് ആണ് കേട്ടോ. ആദ്യം തന്നെ ബെല്ലി ഡാൻസിൻ്റെ പോലത്തെ ഡ്രസ്സുകളും ജ്വല്ലറി, ഭംഗിയുള്ള മോതിരങ്ങളും ബ്രേസ്ലെറ്റ്സ് ഒക്കെ ആളുകൾ നോക്കുന്നുണ്ട് കേട്ടോ. ആ സ്റ്റോളിൽ തന്നെ ചെറിയ ചെറിയ ക്രാഫ്റ്റ് ഐറ്റംസും ഒരു വെച്ചിട്ടുണ്ട് ഒരു ഏരിയയിൽ. പിന്നെ നമ്മൾ അങ്ങനെ നടന്ന് ഒരുപാട് അത്തർ സ്റ്റോളുകളും ഡ്രസ്സിൻ്റെ സ്റ്റോളുകളും ഒക്കെ കാണുന്നുണ്ട്. നടന്ന് നമ്മളൊരു കോർണറിൽ ഒരുപാട് ഫേമസ് ആയ ഈജിപ്ഷ്യൻ സിംഗേഴ്സിൻ്റെയും ആക്ടേഴ്സിൻ്റെയും ഫോട്ടോസ് വെച്ചിട്ടുള്ള ഒരു ഏരിയ കണ്ടു. ഫോട്ടോസിൽ റുഷ്ദി അബ്ബാസ, ഉമ്മു കുൽസും, കമൽ ഷനാവി, സബ അവരൊക്കെ ഉണ്ട് കേട്ടോ. 20-ാം നൂറ്റാണ്ടിലെ അറബ് എൻ്റർടൈൻമെൻറ്റിൻ്റെ പ്രധാന ആളുകളായിരുന്നു ഇവരൊക്കെ. ആ കാലഘട്ടത്തിൽ ഫേമസ് ആയവരുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസും ഫ്രെയിം ചെയ്ത് വെക്കുകയും അതുപോലെ ഫേമസ് ആയിട്ടുള്ള ഈജിപ്ഷ്യൻസിൻ്റെ ട്രഡീഷണൽ ഇൻസ്ട്രുമെൻ്റ് ആയ ഔദും എല്ലാം ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ആളുകൾ അതൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മളങ്ങനെ പതുക്കെ ഈജിപ്ഷ്യൻ പവലിയനിലും അതിൻ്റെ ഭംഗിയും ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. പല സ്റ്റോളുകളിലും ഇതുപോലെ ക്രോക്കറി ഐറ്റംസ് ഒക്കെ കാണാനുണ്ട്. നല്ല ഭംഗിയുള്ള ഗ്ലാസും കപ്പും സോസറും വീട്ടിൽ അലങ്കാരത്തിന് വെക്കാൻ പറ്റുന്ന ഒരുപാട് ഹോം ഡെക്കോർ ഐറ്റംസും ഒക്കെ നിറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ പവലിയൻ തന്നെയായിരുന്നു ഈജിപ്തിൻ്റെ. കാഴ്ചകളൊക്കെ പതുക്കെ കണ്ട് നമ്മൾ അങ്ങനെ പുറത്തേക്ക് നടന്നു കേട്ടോ.
അടുത്തത് GCC പവലിയൻ ആണ്. ഗൾഫ് കൺട്രീസ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു പവലിയൻ. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഒന്നും കണ്ടില്ല കേട്ടോ. സെയിം നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ കുറച്ച് സ്പൈസസ്, ഹെർബ്സ്, ഊദ്, ക്ലോത്ത്സ്, പിന്നെ ഫുഡ് സ്റ്റോൾസും. ഗൾഫിലെ ഒരു ടിപ്പിക്കൽ സൂക്കിലൊക്കെ പോയ പോലത്തെ ഒരു പവലിയൻ. പക്ഷെ ഒരു ഐറ്റം അത് എനിക്ക് വളരെ നൊസ്റ്റാൾജിക് ആയിരുന്നു കേട്ടോ, റഗാഗ്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒമാനിലെ എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത്. ഞങ്ങൾ പണ്ട് ഇതിനെ ഒമാനി ദോശ എന്നാണ് വിളിച്ചിരുന്നത്. റഗാഗ് എന്നാണ് പേരെന്നൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. ആട്ടമാവ് കൊണ്ട് ചൂടുള്ള ചട്ടിയിൽ വളരെ നൈസായിട്ട് റോൾ ചെയ്തെടുക്കും. എന്നിട്ട് മേലെ മുട്ട പൊട്ടിച്ചൊഴിച്ച് ചീസും സ്പ്രെഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. നമ്മൾ ഒമാനിൽ കഴിച്ചിരുന്നതിൽ തേനും കൂടി ഉണ്ടായിരുന്നു. സ്റ്റോളിൽ റഗാഗ് വാങ്ങാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. ചിലർ ചീസും മുട്ടയ്ക്കൊക്കെ പകരം ന്യൂട്ടല്ലയാണ് സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നത്. ഒരു അറബ് ലേഡിയാണ് സ്റ്റോൾ ഹാൻഡിൽ ചെയ്യുന്നത്. അവർ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ എടുക്കുകയും പേയ്മെൻറ്റ് ഡീൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്കൊരു ഹെൽപ്പർ ഉണ്ട്. അവരാണ് 3 ചട്ടിയിൽ ഒരേ സമയം റഗാകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഞാനും അങ്ങനെ ഒരു റഗാഗ് വാങ്ങിച്ചിട്ട് പതുക്കെ പുറത്തേക്ക് നടന്നു. പുറത്ത് ഇതുപോലെ ഗ്ലോബൽ സിറ്റി മുഴുവനായി ചുറ്റിക്കാണിക്കാൻ ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ പോകാൻ പറ്റിയ പിക്നിക് കാട്ടുകൾ ഓടുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നടന്നത് ഇറാൻ പവലിയനിലേക്കാണ്. ഇവിടെയും എൻട്രൻസ് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുരാതന പേർഷ്യൻ ആർക്കിടെക്ചർ റീക്രിയേറ്റ് ചെയ്യുന്ന പോലൊരു പടയാളിയുടെ സ്റ്റാച്യൂവും അടുത്തൊരു വിചിത്രമായ മൃഗത്തിന്റെ ശില്പമൊക്കെ ഉണ്ട്. അതിന്റെ പേര് ഗ്രിഫിൻ എന്നാണ് കേട്ടോ. സിംഹത്തിന്റെ ഉടലും പരുന്തിന്റെ തലയും ചിറകുള്ള ഒരു ഇതിഹാസ ക്രിയേച്ചർ ആണിത്. ഉള്ളിലേക്ക് അങ്ങനെ കയറുമ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളി ആഭരണങ്ങളുള്ള സ്റ്റോളാണ് കാണുന്നത്. അങ്ങനെ ലൈവായിട്ട് ഒരു ഇറാനിയൻ മ്യൂസിക് പെർഫോമൻസ് ഒക്കെ കണ്ട് നമ്മളിങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ നമ്മളൊരു ക്രാഫ്റ്റ് ഷോപ്പിൽ പേസ്ലി മോട്ടിഫിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ള പല ബാഗുകൾ കണ്ടു കേട്ടോ. പേർഷ്യൻ ഭാഷയിൽ ഇതിനെ ബോട്ടെ അല്ലെങ്കിൽ ബോട്ടെ ജഗ എന്നാണ് വിളിക്കുന്നത്. സൈപ്രസ് മരവും അതിൻ്റെ ചില്ലയൊക്കെയാണ് ഈ ഡിസൈനിൻ്റെ ഇൻസ്പിറേഷൻ. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പവിലിയൻ്റെ ഫെസാഡ് ഫുള്ളായിട്ട് പുരാതന പേർഷ്യൻ ആർക്കിടെക്ചർ ഇൻസ്പയർ ചെയ്തിട്ടാണ് പണിഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് കടക്കുകയാണ്. അങ്ങനെ നേരെ നമ്മൾ അടുത്തത് പോയത് തായ്ലൻഡിൻ്റെ പവലിയനിലാണ്. തിരക്കൊക്കെ കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ എൻട്രൻസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ തായ് ആർക്കിടെക്ചറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കയറിയപ്പോൾ തന്നെ ഫുൾ ക്യൂട്ട് കളർഫുൾ വൈബാണ് കേട്ടോ. എല്ലാ സ്റ്റോളിലും ചെറിയ ചെറിയ ഗേളി ഐറ്റംസ്, മൊബൈൽ ചാം, പേഴ്സസ്, ജ്വല്ലറി, ബാർബി ഡോൾസ്, അങ്ങനെയൊക്കെ ഫുള്ള് ക്യൂട്ട് ഐറ്റംസ് ആണ്. പിന്നെ ഒരു തായ് സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു സ്റ്റോൾ കണ്ടു. ക്യാമറ നോക്കി കൗണ്ടറിലിരിക്കുന്ന കുട്ടി കൈയൊക്കെ വീശി വെൽക്കം ചെയ്യുന്നുണ്ട് ഞങ്ങളെ. ഈ സ്റ്റോളിൽ ഫുള്ള് തായ് ജ്യൂസസ്, റൈസ് പേപ്പർ, ക്രാക്കേഴ്സ്, ചിപ്സ്, കേക്ക്സ്, സോസസ്, ടോമിയം പേസ്റ്റ്, തായ് ചില്ലി പേസ്റ്റ്, അങ്ങനെ തായ് വിഭവങ്ങൾക്ക് യൂസ് ചെയ്യുന്ന എല്ലാവിധ സോസസും സ്പൈസസും ഒക്കെ കിട്ടുന്ന ഒരു മിനി തായ്ലൻഡ് സ്റ്റോർ പോലെ. ഫുഡ് സ്റ്റോളിൻ്റെ ഭാഗത്ത് ഒരുപാട് മാംഗോ ഐറ്റംസ്, മാംഗോ സ്റ്റിക്കി റൈസും മാംഗോ ഐസ്ക്രീം ഒക്കെ വിൽക്കുന്നത് കണ്ടു കേട്ടോ. അങ്ങനെ ഒരു സ്റ്റോളിൽ ചുവന്ന പേരയ്ക്കും പല വെറൈറ്റി മാങ്ങയും ചക്കയൊക്കെ ഉണ്ടായിരുന്നു. And this one mango, all from Thailand. And this one mango, and papaya, jackfruit, pineapple, and that's one also guava. All from Thailand, natural. Thailand. തായ്ലൻഡിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇവിടെയും റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വ്ളോഗിൻ്റെ അവസാനം കാണിക്കുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ഞങ്ങൾ മാംഗോ സ്റ്റിക്കി റൈസ് ഒക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ക്രാഫ്റ്റ് ഷോപ്പൊക്കെ കണ്ട് തായ്ലൻഡിനോട് നമ്മൾ പതുക്കെ വിട പറഞ്ഞ് പുറത്തേക്ക് നടക്കുകയാണ്. തായ്ലൻഡിൽ നിന്ന് നേരെ നമ്മൾ ടർക്കിയിലേക്കാണ് എത്തിയത്. എൻട്രൻസ് വളരെ സിമ്പിളായിരുന്നു. സൈഡിൽ തന്നെ ടർക്കിഷ് ഐസ്ക്രീം വിൽക്കുന്ന സ്റ്റോളൊക്കെ ഉണ്ട്. ഐസ്ക്രീംകാരൻ സ്ഥിരം ട്രിക്സൊക്കെ കാണിച്ച് കാണികളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട്. ഉള്ളിൽ കയറി ആദ്യം നമുക്ക് കണ്ട സ്റ്റോളിൻ്റെ പേര് തന്നെ സോക്ക് അനാറ്റോളിയ ആണ്. നമ്മൾ ടർക്കിയിൽ പോയ സമയത്ത് അന്റാലിയ സിറ്റിയാണ് എനിക്ക് ഓർമ്മ വന്നത്.
ഇവിടെ ബക്ലാവ, ബസ്ബൂസ അങ്ങനത്തെ ടർക്കിഷ് സ്വീറ്റ്സ് ഒക്കെ വിൽക്കുന്നുണ്ട്. ഫുഡ് സ്റ്റോളിൽ എത്തിയപ്പോൾ ഇസ്താൻബുൾ ഫേമസ് ആയിട്ടുള്ള സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് കണ്ടു. ഒപ്പം സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് ആയ സിമിറ്റ്, റോസ്റ്റഡ് ചെസ്നട്ട്സ്, പല കേക്കുകൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ക്രാഫ്റ്റിൻ്റെ സ്റ്റോളിൽ എത്തിയപ്പോഴാണെങ്കിൽ വളരെ ഭംഗിയുള്ള ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള കപ്സും ക്രോക്കറിയും ഡാൻസിങ് സൂഫി ഡിസൈനുള്ള ഡെക്കോറും പ്ലേറ്റ്സും എല്ലാം കൂടി കണ്ടപ്പോൾ ഇസ്താൻബുൾ ഗ്രാൻഡ് ബസാറിൽ കൂടെ നടക്കുന്ന അതേ ഫീലാണ് ഉണ്ടായത്. ഇവിടെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടർക്കിഷ് സെറാമിക്സ് ആണ് കേട്ടോ. എസ്പെഷ്യലി ഇസ്നിക് സെറാമിക്സ്. ബ്ലൂ, റെഡ്, വൈറ്റ് കളർ കോമ്പിനേഷനിൽ പലതരം പാറ്റേണിലും ഫ്ലോറൽ ഡിസൈൻസും ഒക്കെയുള്ള പ്ലേറ്റുകൾ, ബൗളുകൾ. ഈ ഒരു കളർ കോമ്പിനേഷനും ഡിസൈനും ഒക്കെ പണ്ട് പള്ളികളിലും പാലസുകളിലൊക്കെ ഇവർ ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. എന്ത് ഭംഗിയാണല്ലേ ഇതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കാൻ തന്നെ. ക്രാഫ്റ്റ് സ്റ്റോൾസ് കൂടാതെ ഡ്രസ്സും ലേഡീസ് ജ്വല്ലറിയും ഒക്കെ ആയിട്ട് പല സ്റ്റോളുകൾ വേറെയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പതുക്കെ നമ്മൾ പുറത്തേക്ക് പോകാൻ നോക്കിയപ്പോൾ വീണ്ടും ഒരു ഐസ്ക്രീം ഷോപ്പ്. അതിൻ്റെ പേരാണെങ്കിലോ സുൽത്താനമേറ്റ്. ആ പേര് കേട്ടപ്പോൾ ചെറിയൊരു ട്രോമ വന്നു കേട്ടോ. ടർക്കി ട്രിപ്പിൽ ഞങ്ങൾ പോയിരുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ ഫോൺ പോയത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ്. ഐസ്ക്രീം വാങ്ങാൻ ഒരുപാട് കുട്ടികൾ സ്റ്റോളിലേക്ക് വരുന്നുണ്ട്. അവരെയൊക്കെ ഐസ്ക്രീംകാരൻ പറ്റിക്കുന്നുമുണ്ട് പല രീതിയിലായിട്ട്. അതൊക്കെ കണ്ട് നമ്മൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് കടന്നപ്പോൾ ഒരു ടർക്കിഷ് റെസ്റ്റോറൻറ്റ് കണ്ടു. ടർക്കി പവലിയൻ കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഓപ്പൺ സ്പേസിലേക്കാണ് നമ്മൾ എത്തിയത്. അവിടെ സെൻട്രലിൽ തന്നെ വലിയൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. എൽഫിയേഴ്സും മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഒരു കൊറിയൻ അല്ലെങ്കിൽ ഈസ്റ്റ് ഏഷ്യൻ വൈബൊക്കെ തോന്നിക്കുന്ന ഒരു ക്യാരക്ടർ. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നടന്നപ്പോൾ കുറച്ച് സർവീസ് ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് കണ്ടു കേട്ടോ. വീൽ ചെയർ ഫെസിലിറ്റീസ്, അതുപോലെ സ്കൂട്ടേഴ്സ്, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഫാമിലിക്കും പ്രായമായവർക്കൊക്കെ പോകാൻ വേണ്ടി വലിയ കാട്ടുകളുണ്ട്. അങ്ങനെ നമ്മൾ ചൈനയുടെ പവലിയനിലേക്കാണ് നടന്നു പോകുന്നത്. ഈ എൻട്രൻസിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഡ്രാഗൺ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ പവലിയനിൽ കയറുന്നതിന് മുന്നേ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു ഡോണർ ആൻഡ് ഫ്രൈസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് ഒരു സാൻഡ്വിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് പവലിയൻ്റെ സൈഡിലേക്ക് നടന്നു. പെട്ടെന്ന് കുറച്ച് മ്യൂസിക് ഒക്കെ കേൾക്കാണ്ടായിരുന്നു കേട്ടോ. ഒരു ചൈനീസ് ട്രഡീഷണൽ ഡാൻസ്. കുറച്ച് നേരം ഡാൻസൊക്കെ എൻജോയ് ചെയ്തിട്ട് വീണ്ടും പവലിയനിലേക്ക് നമ്മൾ കയറി. ഇവിടെ കയറിയപ്പോഴും സെയിം നമ്മൾ തായ്ലൻഡ് പവലിയനിലൊക്കെ കണ്ട പോലെ തന്നെ ഫുള്ള് ക്യൂട്ട് ഐറ്റംസ് ആണ്. ചാംസ്, മൊബൈലിലും പേഴ്സിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ ചെറിയ ആക്സസറീസ്, കളർഫുൾ ഐറ്റംസ്, അതൊക്കെ കണ്ടിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഡാൻസേഴ്സ് ഉള്ളിലേക്ക് കയറി വന്നത്. ക്യാമറ നോക്കി അവർ കൈയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റോളിൽ പാണ്ട, സൂപ്പർമാൻ, സോണിക്, സ്പൈഡർമാൻ പോലത്തെ മിനിയേച്ചർ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് 2 ഇൽഹാമിന് വേണ്ടി ഞങ്ങൾ വാങ്ങിച്ചിരുന്നു. അങ്ങനെ നമ്മളൊരു ചൈനീസ് സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സ്റ്റോളിലേക്കാണ് എത്തിയത്. അവിടെ ഒരുപാട് സ്നാക്സ് ഉണ്ട് കേട്ടോ. മാച്ച, സാൻഡ്വിച്ച്, കുക്കീസ്, പിന്നെ പേരറിയാത്ത എന്തൊക്കെയോ ഫ്രൂട്ട് പൾപ്പുകൾ. ഇതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. ഇതാണ് എഗ് പുഡിംഗ്. എഗ് പുഡിംഗ് ഒന്നുമില്ല, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കില്ല. കസ്റ്റാർഡ് പുഡിംഗ് എന്നൊക്കെ നമ്മളെ നാട്ടിൽ അതിന് പേര് പറയും. അങ്ങനെ നമ്മൾ ഫൈനലി ഞാൻ എടുത്തത് വൈറലായ ഹെയ്സി മാംഗോ ഐസ്ക്രീമാണ്. അതിൻ്റെ ഫ്രൂട്ട് ഷേപ്പ് പാക്കേജിംഗ് ആണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. ഇൽഹാമ എന്തൊക്കെയോ സ്വീറ്റ്സ് ഒക്കെ പെറുക്കി വരുന്നുണ്ട്. ഐസ്ക്രീം നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ സ്ക്വിഷി ടോയ്സിൻ്റെ ഒരു സ്റ്റോളും കണ്ടു. കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് എല്ലാം ഇൽഹാമിന് വേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ പതുക്കെ സ്റ്റോള് വിട്ട് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് എത്തിയപ്പോൾ ഒരുപാട് അട്രാക്ഷൻസ് വേറെ കാണാനുണ്ടായിരുന്നു. മാട്രിയോഷ്ക ഡോൾസും കണ്ടപ്പോൾ തന്നെ അടുത്ത് റഷ്യ ആയിരിക്കും എന്ന് മനസ്സിലായിട്ടോ. മോസ്കോയിലെ സെയിൻറ്റ് ബേസിൽസ് കത്തീഡ്രൽ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു എൻട്രൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഉള്ളിലേക്ക് കയറി വന്നപ്പോൾ അധികം സ്റ്റോളുകളൊന്നും നമ്മൾ കണ്ടില്ല. റഷ്യയിൽ ഫേമസ് ആയിട്ടുള്ള മാട്രിയോഷ്ക ഡോൾസ് വിൽക്കുന്ന ഒരു സ്റ്റോളും പിന്നെ കുറച്ച് റഷ്യൻ ഹാറ്റ്സും വാച്ചസ് ഒക്കെ വിൽക്കുന്ന ഒരു സ്റ്റോളും. ബാക്കി എല്ലാ സ്റ്റോളും ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ ടൈം എടുക്കാതെ ഞങ്ങൾ പെട്ടെന്ന് പവലിയനിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ.
അവിടുന്ന് നമ്മൾ റോഡ് ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞൊരു പാവലിയനിലാണ് എത്തിയത്. ബാക്കിയുള്ള ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ഒക്കെ കൂടിയുള്ള ഒരു പാവലിയനാണെന്ന് തോന്നുന്നു. ഇവിടെയും ചൈന, തായ്ലൻഡ് പാവലിയനിലൊക്കെ കണ്ടതുപോലെ തന്നെ സിമിലർ സ്റ്റോൾസ് ആണ്. എനിക്ക് പേഴ്സണലി തോന്നിയത് എന്താ വെച്ചാൽ കൾച്ചർ അല്ലെങ്കിൽ തനതായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. എല്ലാം കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുണ്ട്. റെഡിമെയ്ഡ് ഫുഡ്, പാക്കറ്റ് ഫുഡ്, ബ്രാൻഡഡ് ഷൂസ്, വിലക്കുറവിൽ, മോഡേൺ ഡ്രസ്സസ്, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു ക്രാഫ്റ്റ് സ്റ്റോളിൽ മാത്രം കുറച്ച് വെറൈറ്റി ആയിട്ട് ചിപ്പിമുത്തിൻ്റെ ഷെല്ല് കൊണ്ടുണ്ടാക്കിയ സ്പൂൺസും പ്ലേറ്റ്സും ഒക്കെ കണ്ടു. കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. ബാക്കി എല്ലാ സ്റ്റോളുകളും ഏകദേശമൊക്കെ ഒരേപോലെ തന്നെയാണ് തോന്നിയത്. പിന്നൊരു സ്റ്റോളിൽ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ പല ഷേപ്പിലും സൈസസ് ഒക്കെ ഉള്ള കൈ കൊണ്ട് തുന്നിയെടുത്തിട്ടുള്ള ഇതുപോലത്തെ ട്രേകളാണ്. ട്രെയിൻ്റെ നടുവിൽ ഇതുപോലെ ചിപ്പിമുത്തിൻ്റെ ഷെല്ല് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഹോം ഡെക്കോറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഈ ട്രേസ് വിയറ്റ്നാം പോലത്തെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ നിന്നാണ് കേട്ടോ വരുന്നത്. കുറച്ച് ഡ്രസ് സ്റ്റോൾസ് ഒക്കെ കണ്ട് പതുക്കെ നമ്മൾ ഈ പാവലിയനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിട്ടോ. അടുത്തത് ബിലാദി ഷാം എന്ന് പറഞ്ഞൊരു പാവലിയൻ ആയിരുന്നു. പക്ഷെ അപ്പോഴേക്കും ടൈം ഒരുപാടായിരുന്നു. മാത്രമല്ല ഇൽഹാം ഇറിറ്റേറ്റഡ് ആയി തുടങ്ങി. അപ്പോൾ നമ്മൾ നേരെ കൊറിയ ആൻഡ് ജപ്പാൻ പാവലിയനിലേക്കാണ് പോയത്. ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇവിടെയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ട്രഡീഷൻ അല്ലെങ്കിൽ കൾച്ചറിൻ്റെ ഒന്നും കാണാനില്ല. എല്ലാം മോഡേൺ ആണ്. ഇവിടെ കുറേ കൊറിയൻ സ്കിൻ കെയർ പ്രോഡക്ട്സിൻ്റെ ഒരു സ്റ്റോള് കണ്ടു. അതൊക്കെ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു 20 വർഷം മുന്നത്തെ ഒരു ഓർമ്മ വന്നത്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിരുന്നു ദുബായ് ഗ്ലോബൽ വില്ലേജ്. അന്ന് അവിടെ ചൈന പാവലിയനിലൊക്കെ പട്ടുനൂൽ പുഴുക്കളെ ശരിക്കും ലൈവായിട്ട് കാണിച്ചിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് അവർ സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുമായിരുന്നു. ഒറിജിനൽ സിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ സെയിലിനും വെച്ചിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും കാണാനില്ല കേട്ടോ, എല്ലാം മാറിപ്പോയി. നമ്മൾ നേരെ മൊറോക്കൻ പാവലിയനിലേക്ക് അവിടുന്ന് നടന്നു. ഈ ഒരു പാവലിയനിൽ 90% ട്രഡീഷണൽ മൊറോക്കൻ ഡ്രസ്സസ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അബായ, ജലബിയ, മൊറോക്കൻ ട്രഡീഷണൽ ഡ്രസ്സ്, ഹോം വെയർ പോലത്തെയുള്ള എത്നിക് ഡ്രസ്സസ്, എന്തൊക്കെ തരം ഡ്രസ്സുകളാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും ഡ്രസ്സുകളുള്ളൊരു പാവലിയൻ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല. വളരെ കുറച്ച് 1-2 സ്റ്റോളുകൾ മാത്രമേ ഡ്രസ്സുകളല്ലാതെ കണ്ടിട്ടുള്ളൂ. അതിലൊന്ന് ഇതുപോലെ മൊറോക്കൻ സ്വീറ്റ്സും അതുപോലെ നല്ല ഭംഗിയുള്ള അറേബ്യൻ വാൾ ഡെക്കോറൊക്കെ ഉള്ളൊരു സ്റ്റോളാണ് കണ്ടത്. ഒരു വെൽവെറ്റി ഫിനിഷിലെ എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടുള്ള വാൾ ഡെക്കോറാണ് കേട്ടോ ഇതൊക്കെ. ലേഡീസ് കോസ്മെറ്റിക്സും ജ്വല്ലറി ഒക്കെ വിൽക്കുന്ന ഒരു സ്റ്റോളും അതുപോലെ തന്നെ മൊറോക്കൻ ട്രഡീഷണൽ ആയിട്ടുള്ള വുഡൻ പ്ലേറ്റ്സും ബൗളൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റോളും കണ്ടു. വാൾനട്ട് മരത്തിന്റെ തടിയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ നിന്ന് ഞാനൊരു മൊറോക്കൻ ലിപ്സ്റ്റിക് എങ്ങനെയൊക്കെയോ തപ്പി കണ്ടുപിടിച്ച് അതൊന്ന് വാങ്ങിയിട്ടോ. അങ്ങനെ നമ്മൾ ഈ പവലിയനിന്നും പുറത്തേക്ക് ഇറങ്ങാണ്. നെക്സ്റ്റ് നമ്മൾ ആഫ്രിക്കൻ പവലിയനിലേക്കാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ പവലിയനാണ് റിയൽ കൾച്ചർ, റിയൽ ക്രാഫ്റ്റ് ഒക്കെ നന്നായിട്ട് കാണിച്ച ഒരു പവലിയൻ. എൻട്രൻസിൽ തന്നെ ആഫ്രിക്കൻ തീമിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആർച്ച് വേ ഉണ്ട്. കൂടാതെ അടുത്ത് തന്നെ ഒരു ട്രഡീഷണൽ ആഫ്രിക്കൻ ട്രൈബൽ മാസ്ക് പോലത്തെ ഒരു ശില്പമുണ്ട്. ഈ മാസ്ക് ആഫ്രിക്കൻ ചരിത്രത്തിൽ ഒരുപാട് റിലീജിയസ് മീനിങ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഡിസൈനാണ്. ഉള്ളിലേക്ക് കടന്നപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. എല്ലാ സ്റ്റോളിലും ആഫ്രിക്കയിൽ നിന്നുള്ള ഒറിജിനൽ പ്രൊഡക്ട്സ് ആണ് ഉള്ളത്. ഷിയ ബട്ടർ, ആഫ്രിക്കയിൽ നിന്നുള്ള ഒത്തൻറ്റിക് കോസ്മെറ്റിക്സ്, വുഡൻ ക്രാഫ്റ്റ് ഐറ്റംസ്, സ്പൂൺസ്, ബൗൾസ്, ചെസ് ബോർഡ് ഗെയിംസ്, ആനിമൽസ്, എല്ലാം തടിയിൽ നിന്ന് ഹാൻഡ് കാർവ് ചെയ്ത് വെച്ച ഐറ്റംസ് ആണ്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് എല്ലാം കൈകൊണ്ട് തന്നെ ഇതെല്ലാം കുത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തതാട്ടോ. വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല തിരക്ക് കാരണം കൊണ്ട്. പിന്നെ പല സൈസിലും ഷേപ്പിലും ഒക്കെയുള്ള ജൂട്ട് ബാഗ്സ്, ബാസ്ക്കറ്റ്സ്, ആഫ്രിക്കൻ ക്ലോത്തിങ്, ഒരുപാട് എഫേർട്ട് ഈ സ്റ്റോൾസിൻ്റെ ഒക്കെ പിന്നിലുണ്ടെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ മൂടി കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബാഗ് പോലത്തെ ഒരു ഡെക്കോർ ഐറ്റം ഞാൻ അവിടുന്ന് കണ്ടുപിടിച്ചിട്ടോ ഇടയിൽ നിന്ന്. നല്ല രസമുണ്ട്, ക്രിയേറ്റീവായ ഒരു ഐഡിയ ആണ്. ആ സ്റ്റോളിൽ തന്നെ ആഫ്രിക്കൻ ട്രൈബൽ ആളുകളുടെ ജീവിതമൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരുപാട് കരകൗശല വസ്തുക്കൾ ഡിസ്പ്ലേക്ക് ഉണ്ടായിരുന്നു കേട്ടോ.
ഈ പാവലിയനിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആളുകളുടെ തിക്കും തിരക്കും കാരണം എനിക്ക് ഷൂട്ട് ചെയ്യാൻ തന്നെ സ്പേസ് ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ നമ്മൾ ഇതൊന്ന് പുറത്തിറങ്ങിയതാണ്. നെക്സ്റ്റ് നമ്മുടെ സ്വന്തം ഇന്ത്യൻ പവലിയനാണ്. മറ്റ് പവലിയനേക്കാൾ ഒരുപാട് വലുതും ജയ്പൂരിലെ ഫേമസ് ഹവാ മഹൽ പാലസിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഗേറ്റ് വേ ഒക്കെയാണ് കേട്ടോ. കയറുമ്പോൾ തന്നെ നമ്മളൊരു രാജാവ് സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഉള്ളിൽ കയറിയപ്പോൾ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സിൽ നിന്നുള്ള ക്ലോത്തിങ്, ഫാഷൻ ജ്വല്ലറി, ജുംകാസ്, ബാഗുകൾ, കട്ട് പീസ് റണ്ണിങ് മെറ്റീരിയൽ, ട്രഡീഷണൽ ജൂത്തീസ്, ഇതൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ ട്രഡീഷണൽ ഫുഡ് സ്റ്റോളും ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ചെന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ഇന്ത്യയുടെ നാനാഭാഗത്തുള്ള കൾച്ചറും ട്രഡീഷനൊക്കെ വലിയ തെറ്റില്ലാത്ത രീതിയിൽ തന്നെ ഇവർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റോളിൽ ഞാൻ ഒരുപാട് കട്ട് പീസ് മെറ്റീരിയൽസ് കണ്ടു കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്ത് ട്രഡീഷണൽ ജൂത്തീസിൻ്റെ ഒരു സ്റ്റോളും. കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇന്ത്യൻ ഫുഡ് സ്ട്രീറ്റും അതുപോലെ ചായ ഷോപ്പൊക്കെ കണ്ടു കേട്ടോ. ഇനി നമുക്ക് യമൻ പവലിയനാണ് ബാക്കിയുള്ളത്. അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് പെർഫോമേഴ്സ് അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. കളർഫുൾ ഡ്രസ്സും പല രീതിയിലുള്ള വേഷങ്ങളൊക്കെ ധരിച്ച് കമ്പിൽ നടക്കുന്ന ആളുകളൊക്കെ ആയിട്ട് അവരൊരുപാട് ഡാൻസൊക്കെ കളിച്ചിങ്ങനെ വരുന്നുണ്ട്. അവർ നേരെ നമ്മുടെ ഇന്ത്യൻ ഫുഡ് സ്ട്രീറ്റിലേക്കാണ് പോയത്. അതൊക്കെ നോക്കി അവിടെ നിന്ന് കുറച്ചു നേരം. പിന്നെ നമ്മൾ തിരിച്ച് യമൻ പവലിയനിലേക്ക് തന്നെ നടന്നു. പോകുന്ന വഴി നമുക്കൊരു ഗ്ലോബൽ സിറ്റിയുടെ ഒരു ഇലുമിനേറ്റഡ് മാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ അട്രാക്ഷൻസും ഒക്കെ മാർക്ക് ചെയ്തൊരു വലിയൊരു ഡിസ്പ്ലേ മാപ്പ്. അങ്ങനെ നമ്മൾ അവസാനത്തെ പവലിയനിലേക്ക് കയറാൻ പോവാണ്. അതാണ് യമൻ പവലിയൻ. ഉള്ളിൽ കയറിയപ്പോൾ ഒരു ടിപ്പിക്കൽ അറബ് കൺട്രി പവലിയൻ പോലെ തന്നെയാണ്. സ്പൈസസ്, ഹെർബ്സ്, സിൽവർ ജ്വല്ലറി, തസ്ബിയ മാലകൾ, യമൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ, അത്തർ, ഊത്. പെട്ടെന്നാണ് വീണ്ടും ഞങ്ങളൊരു മ്യൂസിക് കേൾക്കുന്നത്. സൗണ്ട് ഫോളോ ചെയ്ത് നമ്മൾ നടന്നു. ഒരു യമൻ ഫോക്ക് ഡാൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു യമൻ ഡാൻസ് കാണുന്നത്. ഒരു ഷർട്ടും മുണ്ടും എടുത്ത് കുറച്ച് ആണുങ്ങൾ പേഴ്സായി കളിക്കുന്നത് കാണാൻ കുറച്ച് കൗതുകം ഉണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് സ്റ്റോളുകൾ കാണുന്നതിനിടെ വലിയൊരു സ്പൈസിന്റെ സ്റ്റോള് സ്പോട്ട് ചെയ്തു കേട്ടോ. ഒരുപാട് ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഉണക്കനാരങ്ങ, ബേ ലീവ്സ് ഇതൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. കൂടാതെ വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കണ്ടത് എന്താ വെച്ചാൽ ഒരുപാട് മസാല പൗഡേഴ്സ് ഒക്കെ കൂടി ഇങ്ങനെ വലിയൊരു പിരമിഡിന്റെ ഷേപ്പിൽ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതിന്ന് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഇറങ്ങിയത് എന്റർടൈൻമെന്റ് സോണിലേക്കാണ്. ഗോസ്റ്റ് ഹൗസും കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന റൈഡൊക്കെ ഒരുപാടുണ്ട്. എല്ലാം ഓപ്പണായി വരുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ച് മെയിൻ എൻട്രൻസിലേക്ക് നടക്കുകയാണ്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഫാമിലീസൊക്കെ ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്യുന്നത് കാണാം. ഇവിടെ ഒരു പ്രത്യേക സെറ്റപ്പ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഒരു സൈഡിൽ മുഴുവൻ പവലിയനും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതേ രാജ്യത്തെ റെസ്റ്റോറൻറ്റ്സും ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നടന്നെത്തിയത് തായ്ലൻഡ് ഇൻസ്പയർഡ് ആയിട്ട് റീക്രിയേറ്റ് ചെയ്ത ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഏരിയയിലേക്കാണ്. അങ്ങനെ നമ്മൾ പതുക്കെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. സെയ്ഹാത്ത് ലേക്കിന്റെ സൈഡിലൂടെ ഓരോ ഫുഡ് ഔട്ട്ലെറ്റ്സും ഒരു ബോട്ട് ഷേപ്പിലാണ് ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. പാവലിയൻ ഏരിയയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഒരുപാട് തായ് ലാൻറ്റേൺസ് വെച്ചിട്ടുണ്ട്. ആൻഡ് ഓപ്പോസിറ്റ് സൈഡിൽ ഓരോരോ ഫുഡ് ഔട്ട്ലെറ്റ്സ് ബോട്ടിന്റെ ഷേപ്പിൽ അങ്ങനെയാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒറിജിനൽ തായ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ശരിക്കും ബോട്ടിൽ ഇരുന്നു കൊണ്ടാണ് കച്ചവടക്കാര് അവരുടെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്നത്. ഇവിടെ അതിന്റെ ഒരു വിഷ്വൽ റീക്രിയേഷൻ പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് ലേക്കിലേക്ക് നോക്കിയാൽ ഒരുപാട് ലൈറ്റ് അട്രാക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ. പീലിയുടെ കളർ ചേഞ്ച് ആവുന്ന പീക്കോക്ക്, കുറെ ആനിമൽസ്, പിന്നെ ഭയങ്കര ഒരു ഗ്ലിറ്ററിങ് ഐസ് ഒക്കെ ഉള്ള ഒരു പരുന്ത്, എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ഇവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പതുക്കെ നമ്മൾ ക്യാമറ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഓരോ പവലിയനും ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ.
ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കൂടുതലും ഈസ്റ്റ് ഏഷ്യൻ സ്ട്രീറ്റ് ഫുഡ്സ് ആണ് ഉള്ളത്. നമ്മൾ ട്രൈ ചെയ്തത് സൂഷി, ഡംപ്ലിങ്സ്, പ്രോൺസ് ടെമ്പുറ, മാംഗോ സ്റ്റിക്കി റൈസ് ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ ഈ ഈസ്റ്റ് ഏഷ്യൻ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഫുഡൊക്കെ നല്ല ക്വാളിറ്റിയിലും ഒതന്റിക് ടേസ്റ്റിലും ഒക്കെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. ചിലതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ചിലത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയൊക്കെ കുറെ നേരം നമ്മൾ ഫാമിലിയൊക്കെ ആയി എൻജോയ് ചെയ്ത് കുറെ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് മെയിൻ എൻട്രൻസിലേക്ക് തിരിച്ചു നടക്കാണ്. സമയം ഒരുപാടായിട്ടുണ്ട്. ഫുഡ് കൗണ്ടറിലൊക്കെ ഇപ്പോഴും നല്ല തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടക്കുമ്പോൾ പെട്ടെന്ന് 3 പയ്യന്മാരെ വലിയൊരു മക്കാവ് അല്ലെങ്കിൽ പഞ്ചവർണ്ണ തത്ത പിടിച്ചു നിൽക്കുന്നത് കണ്ടു കേട്ടോ. അതിനെ കണ്ടപ്പോൾ തന്നെ എമീറിന് അതിനെ തൊടാൻ ഭയങ്കര കരച്ചിലായി. കുറെ നേരമൊക്കെ തൊട്ട് നോക്കിയെങ്കിലും പോരാനായപ്പോൾ വീണ്ടും കരച്ചിൽ തുടങ്ങി. അങ്ങനെ അവസാനം അവന്റെ തോളിലിരുത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പക്ഷെ ഇതിലൊരു ചെറിയൊരു സ്കാം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ ഫോണിൽ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പാടില്ല. അവരൊരു SLR ക്യാമറയിൽ ഫോട്ടോ എടുക്കും, എന്നിട്ട് അത് ജസ്റ്റ് നമുക്ക് എയർ ഡ്രോപ്പ് ചെയ്ത് തരും. അത്രയേ ഉള്ളൂ. ഒരു ഫോട്ടോ എയർ ഡ്രോപ്പ് ചെയ്യാൻ 25 റിയാലും ചാർജ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് സ്കാമായിട്ട് ഞങ്ങൾക്ക് തോന്നി കേട്ടോ. അങ്ങനെ എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ഞങ്ങൾ പുറത്തേക്ക് നീങ്ങി തുടങ്ങി. ഗ്ലോബൽ സിറ്റി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ ഫുൾ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഗ്ലോബൽ സിറ്റി വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ ഡെഫിനറ്റ്ലി കണ്ടു നോക്കണം. കൂടുതൽ ട്രാവൽ വ്ളോഗുമായി വരുന്നത് വരെ ബൈ.